ഏതായാലും കാത്തിരുന്ന ആ വാർത്ത ഒടുവിൽ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കോൺഗ്രസിന്റെ വക്താവ് ജയറാം രമേശാണ് അറിയിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തങ്ങൾ നിശ്ചയിക്കും. 2 മണിക്കൂർ മതി തങ്ങൾക്കതിന്. കാരണം ജൂൺ 1 ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ഒരുപക്ഷെ INDA മുന്നണി, അതായത് പ്രതിപക്ഷ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പിന് മുൻപാണ് എല്ലാവരും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അതാണ് അതിൻ്റെ രീതിയും. കാരണം തെരഞ്ഞെടുക്കപ്പെടുന്ന MP-മാരാണ് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്നത്. അതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. പക്ഷേ ഫലം വരുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഇവിടെ യോഗം ചേർന്ന് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന പാർട്ടിയുടെ നേതാവിന് പ്രധാനമന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്നാണ്. ഏതായാലും പ്രധാനമന്ത്രി ആരെന്നറിയാനുള്ള വലിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നു. കാരണം ഇതുവരെ അതിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിരുന്നതിൽ ഒരു സൂചന പോലും ഉണ്ടായിരുന്നു. എല്ലാവരും അവരവരാണ് പ്രധാനമന്ത്രി എന്ന രീതിയിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചരണം നടത്തിയത്. ഇതിൽ ആരാകും പ്രധാനമന്ത്രി എന്ന് അറിയുവാൻ ജനത്തിനും താല്പര്യമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.